طلاب الأحباء السلام عليكم ورحمة الله. مرحبا بكم جميعا إلى صف جديد. درسنا في الصف الماضي اللوحة الثالثة من مسرحية انقروا للفلاح. اليوم ندرس باقي المسرحية. استمعوا. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, നിങ്ങൾക്കേവർക്കും ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ഫുആദിൻ്റെ അമ്മാവൻ അവൻ്റെ വീട്ടിലേക്ക് വന്നു. അവൻ ഇൻ്റർനെറ്റ് തെറ്റായ രൂപത്തിൽ ഉപയോഗിച്ച കാര്യം ഫുആദിനെയും അവൻ്റെ ഉമ്മയെയും അറിയിച്ചു. അങ്ങനെ ഫുആദ് അവൻ്റെ വീട്ടിൽ ഒരു കസേരയിൽ തല കുനിച്ചുകൊണ്ട് ഇരിക്കുന്നു. ആ സമയത്ത് അവൻ്റെ ഉമ്മയും അമ്മാവനും സ്റ്റേജിൽ നിന്ന് അപ്രത്യക്ഷരാകുന്നു, മറഞ്ഞു പോകുന്നു. പിന്നീട് അങ്ങോട്ട് അവൻ്റെ വല്ലിപ്പ പ്രവേശിക്കുന്നു. അങ്ങനെ വല്ലിപ്പ സ്റ്റേജിലേക്ക് വന്നുകൊണ്ട് എന്താണ് നടന്നത് ശ്രദ്ധിക്കൂ. പേജ് നമ്പർ 48 നോക്കൂ. അൽ ജദ്ദു മുലാത്തിഫൻ അല ഫുആദ് ഹൗവിൻ അലൈക യാ ബുനയ്യ മൻ ഹൗലായിൽ അസ്തിഖാഉ യബ്നി. അൽ ജദ്ദു വല്ലിപ്പ പറയുകയാണ് ഫുആദിനോട്. മുലാത്തിഫിൻ്റെ അർത്ഥം വാത്സല്യമുള്ളവൻ എന്നാണ്. ലുത്തുഫ്, മുലാത്തിഫ് വാത്സല്യത്തോടെ പറയുന്നു അല ഫുആദിനോട്. അപ്പോൾ ഫുആദിനെ മറ്റുള്ളവരൊക്കെ വഴക്ക് പറഞ്ഞു, ചീത്ത പറഞ്ഞു, ശകാരിച്ചു. അപ്പോൾ വല്ലിപ്പ വന്നുകൊണ്ട് എന്താണ് ഫുആദിനോട് വാത്സല്യത്തോടെ പറയുകയാണെന്ത്? ഹൗവിൻ അലൈക യാ ബുനയ്യ, മോനെ നീ ശാന്തനാവൂ. ഹൗവിൻ അലൈക്ക എന്ന് പറഞ്ഞാൽ അതൊക്കെ പോട്ടെ, അത് വിഷയമാക്കണ്ട എന്നുള്ള അർത്ഥത്തിനാണ്. ഹൗവിൻ അലൈക യാ ബുനയ്യ, മോനെ നീ ശാന്തനാവൂ. മൻ ഹൗലായിൽ അസ്തിഖാഉ യബ്നി, എൻ്റെ മോനെ ആ കൂട്ടുകാരൊക്കെ ആരാണ്? മൻ ഹൗലായി അൽ അസ്തിഖാഉ യബ്നി, എൻ്റെ മോനെ ആ കൂട്ടുകാരൊക്കെ ആരാണ്? നിൻ്റെ അമ്മാവൻ പറഞ്ഞല്ലോ നീ ചാറ്റ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ കൂട്ടുകാർ ആരാണ്? അപ്പോൾ ഫുആദ് പറയുന്നു ഹസീനൻ ഹും അസ്തിഖാഇൽ ജുദുദ് തആറഫ്തു അലൈഹിം അബറ ഫേസ്ബുക്ക് ഹും യുദർദിസൂന മഅി തവാലൽ ലൈലി. ഫുആദ് പറയുകയാണ്, മറുപടി പറയുകയാണ് വല്ലിപ്പയോട്. ഹസീനൻ എങ്ങനെയാണ് പറയുന്നത്? ദുഃഖിതനായിട്ട്. ഹസീന് ദുഃഖിതൻ. അവൻ സങ്കടത്തോടെ പറയുകയാണ്. ഹും അസ്തിഖാഇ അൽ ജുദുദ്, അവരെൻ്റെ പുതിയ ഫ്രണ്ട്സാണ്. അവരൊക്കെ എൻ്റെ ന്യൂ ഫ്രണ്ട്സാണ്. ജദീദ് ജുദുദ് പുതിയ. തആറഫ്തു അലൈഹിം, ഞാൻ അവരെ പരിചയപ്പെട്ടു. അബറ ഫേസ്ബുക്ക്, എങ്ങനെ? ഫേസ്ബുക്കിലൂടെ. അപ്പോൾ ഫേസ്ബുക്ക് മുഖേന ഞാൻ പരിചയപ്പെട്ട എൻ്റെ പുതിയ കൂട്ടുകാരാണ് അവരൊക്കെ. ഹും യുദർദിസൂനമായി, അവർ എന്നോടൊപ്പം ചാറ്റ് ചെയ്യും. യുദർദിസു നാം പഠിച്ചതാണ്, ചാറ്റ് ചെയ്യും. അപ്പോൾ ഹും യുദർദിസൂന, അവർ ചാറ്റ് ചെയ്യും. മഴ എന്നോടൊപ്പം തവാലൽ ലൈലി എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനും. അപ്പോൾ രാത്രി മുഴുവനും ഞങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള എൻ്റെ ഫേസ്ബുക്ക് മുഖേന പരിചയപ്പെട്ട പുതിയ കൂട്ടുകാരാണ് അവർ. അൽ ജദ്ദു ഇത് കേട്ടപ്പോൾ വല്ലിപ്പ മുൻദഹിഷൻ, എങ്ങനെ? ആശ്ചര്യത്തോടെ എന്നാണ്. മുൻദഹിഷിൻ്റെ അർത്ഥം ആശ്ചര്യപ്പെടുന്നവൻ. ആശ്ചര്യത്തോടെ പറയുകയാണ്, യാ ബുനയ്യ, എൻ്റെ മോനെ, മതാ തനാമു ഫിൽ ലൈൽ, അപ്പോൾ രാത്രി നീ എപ്പോഴാണ് ഉറങ്ങാറുള്ളത്? രാത്രിയാണ് ഇവരോട് ചാറ്റ് ചെയ്യാറുള്ളത്, അപ്പോൾ പിന്നെ എപ്പോഴാണ് ഉറങ്ങാറ്? ഫുആദ്. അപ്പോൾ ഫുആദ് അതിന് മറുപടി പറയുന്നു എങ്ങനെ? ഇസ്തിഹ്യാ, ലജ്ജയോടെ. ഇസ്തിഹ്യാ മാന ലജ്ജ, ലജ്ജയോടെ അവൻ പറയുന്നു. മുൻദു അയ്യാമിൻ, കുറച്ചു ദിവസമായിട്ട്. ബഅദ സാഅത്തി സാനിയ, 2 മണിക്ക് ശേഷമാണ് ഉറങ്ങാറുള്ളത്. സാഅത്തു സാനിയ 2 o'clock. അപ്പോൾ രാത്രി 2 മണിക്ക് ശേഷമാണ് കുറേ ദിവസമായിട്ട് ഞാൻ ഉറങ്ങാറുള്ളത് എന്ന് ലജ്ജയോടെ പറയുന്നു. അപ്പോൾ അൽ ജദ്ദു വല്ലിപ്പ മാസിഹൻ റൗസ ഫുആദ്, ഫുആദിൻ്റെ തല ഇങ്ങനെ തടവുന്നവനായിട്ട്. മസഹ എന്ന് പറഞ്ഞാൽ തടവി എന്നാണ്, മാസിഹ് തടവുന്നവൻ. അപ്പോൾ ഫുആദിൻ്റെ തലയിൽ ഇങ്ങനെ തടവിക്കൊണ്ട് വല്ലിപ്പ പറയുന്നു, യാ ബുനയ്യ, എൻ്റെ മോനെ, അഖ്ബറ ശുർത്തിയുൻ ഖാലക, പോലീസ് നിൻ്റെ അമ്മാവനോട് പറഞ്ഞിട്ടുണ്ട്. അഖ്ബറ പറഞ്ഞു, ശുർത്തിയുൻ പോലീസുകാരൻ, ഖാലക നിൻ്റെ അമ്മാവനോട്. ബി കുല്ലി മാജറ, നടന്നതെല്ലാം എന്നാണ്. ബി കുല്ലി മാജറ എന്ന് പറഞ്ഞാൽ സംഭവിച്ചതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫി ഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളിൽ. അപ്പോൾ ഈ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം
നിൻ്റെ അമ്മ അവനോട് പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട്. ഹൗലായ ശുർത്തിയൂൻ, ഈ പോലീസുകാർ നേരത്തെ പറഞ്ഞല്ലോ സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഈ പോലീസുകാരുണ്ടല്ലോ, അവർ യഫ്ഹസൂന, അവർ പരിശോധിക്കുന്നു, യുറാഖിബൂന, അവർ നിരീക്ഷിക്കുന്നു. യഫ്ഹസു പരിശോധിക്കുക, യുറാഖിബു എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക. എന്ത്? മവാഖിയ ശബക്കത്തി, വെബ്സൈറ്റുകൾ. മവാഖിയ ശബക്ക, വെബ്സൈറ്റുകൾ അവർ നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നു. ദായിമൻ, എപ്പോഴും. അപ്പം നിരന്തരം ഇവരത് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ, ലാ തതഫക്കർ ഫീമാ ജറായ ബുനയ്യ, എൻ്റെ പൊന്നു മോനെ, കഴിഞ്ഞു പോയതിൽ നീ ചിന്തിക്കണ്ട, അതിനെപ്പറ്റി നീ ആലോചിക്കണ്ട. ലാ തതഫക്കർ, നീ ചിന്തിക്കേണ്ട. ഫീമാ ജറ, നടന്നതിനെപ്പറ്റി നീ ചിന്തിക്കേണ്ട. യാ ബുനയ്യ, എൻ്റെ മോനെ. പോയത് പോട്ടെ, അതിനെപ്പറ്റി നീ ചിന്തിക്കണ്ട. ഇനി വലാ തത്തസ്വിൽ ബിസ്സല്ലത്തിൽ മുതല്ലലില, വലാ തത്തസ്വിൽ, നീ ബന്ധപ്പെടരുത്, നീ കോണ്ടാക്ട് ചെയ്യരുത്. ബിസ്സല്ലത്തി, ശല്ലത്ത് മാന സംഘം, ശല്ലത്ത്. അൽ മുതല്ലലില, എങ്ങനത്തെ സംഘം? പിഴച്ച, ആ തെറ്റി വഴി പിഴച്ചു പോയ ആ സംഘവുമായിട്ട് നീ ഇനി ബന്ധപ്പെടരുത്. അവരുമായി ഒരു കോണ്ടാക്റ്റും നിനക്കുണ്ടാവാൻ പാടില്ല മോനെ. അപ്പോൾ ഫുആദ് പറയുന്നു, എങ്ങനെ? തദ്രിഫു ഐനാഹു, അവൻ്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകുന്നു എന്ന് പറഞ്ഞാൽ ഫുആദ് കരയുകയാണ്. തദ്രിഫു ഐനാഹു, അവൻ്റെ കണ്ണുകൾ, 2 കണ്ണുകളും നിറഞ്ഞൊഴുകിക്കൊണ്ട് അവൻ പറയുന്നു, നാം യാ ജദ്ദി, നാം യാ ജദ്ദി, അതേ എൻ്റെ വല്ലിപ്പ. അനലൻ അത്തസുല ബിഹിം അബദൻ, ഞാൻ ഇനി ഒരിക്കലും അവരുമായി ബന്ധപ്പെടുകയില്ല. ആ പുതിയ കൂട്ടുകാരുമായിട്ട് എനിക്കിനി ഒരു ബന്ധവുമില്ല, ഒരു കോണ്ടാക്റ്റുമില്ല. അൽ ജദ്ദു, അപ്പോൾ വല്ലിപ്പ പറയുന്നു, എങ്ങനെ? യളുമ്മുൽ ഇബ്ന ഇലാ സുദ്രിഹി, തൻ്റെ മകനെ, തൻ്റെ പേരക്കുട്ടിയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട്. യളുമ്മു എന്ന് പറഞ്ഞാൽ അണച്ചു പിടിക്കുന്നു. അൽ ഇബ്ന, മകനെ, ഇലാ സുദ്രിഹി, തൻ്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട് വല്ലിപ്പ പറയുന്നു, ലാ തഹസൻ യാ ബുനയ്യ, ലാ തഹസൻ, എൻ്റെ മോനെ, നീ ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട, ഇനി ഇതിനെപ്പറ്റി സങ്കടപ്പെടേണ്ട മോനെ എന്ന് വല്ലിപ്പ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ യൗറബുൽ ജദ്ദു അനിൽ മസ്രഹി, വേദിയിൽ നിന്ന് വല്ലിപ്പയും മറയുന്നു. വല്ലിപ്പ അവിടെ നിന്ന് പോകുന്നു. ആ സമയത്ത് വയംഷി ഫുആദുൻ, ഫുആദ് ഇങ്ങനെ നടക്കുന്നു. മുഫക്കിറൻ, ചിന്തിക്കുന്നവനായിട്ട്. സ്റ്റേജിലൂടെ അവൻ ഇങ്ങനെ ചിന്തിക്കുന്നവനായിട്ട് നടക്കുകയാണ്. ആ സമയത്ത് ഒമിനൽ ഖൽഫിയത്തി, ബാക്കിൽ നിന്ന്, സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്ന്. ഖൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബാക്ക്, പുറകുവശം എന്നാണ്. അപ്പോൾ ഒമിനൽ ഖൽഫിയത്തി, പശ്ചാത്തലത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്ന് അതാ ഉൻഷൂദത്തുൻ, ഒരു ഗാനത്തിൻ്റെ ഈരടികൾ കേൾക്കുന്നു. അപ്പോൾ സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്നതാ മനോഹരമായ ഗാനം ആലപിക്കുന്നു. എന്താണ് ഗാനം? നോക്കൂ. യാ നഫ്സു തൂബി ഫർജിഇ വഅനിൽ ഹവാ തതറഫഇ ലില്ലാഹി ഹംദൻ ഫഷ്കുരി വഅനിൽ മഹാലികി ഫർജിഇ. യാ നഫ്സു തൂബി ഫർജിഇ വഅനിൽ ഹവാ തതറഫഇ ലില്ലാഹി ഹംദൻ ഫഷ്കുരി വഅനിൽ മഹാലികി ഫർജിഇ തുടങ്ങിയുള്ള ഗാനത്തിൻ്റെ ഈരടികൾ അവൻ സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്ന് കേൾക്കുന്നു. എന്താണ് അതിൻ്റെ ആശയം? നോക്കൂ. യാ നഫ്സു, മനസ്സേ. നഫ്സ് എന്ന് പറഞ്ഞാൽ ശരീരം എന്നും അർത്ഥമുണ്ട്, മനസ്സ് എന്നുള്ള അർത്ഥവുമുണ്ട്. ഇവിടെ മനസ്സാണ് ഉദ്ദേശിച്ചത്. യാ നഫ്സു, മനസ്സേ, തൂബി, നീ തൗബ ചെയ്യുക, നീ പശ്ചാത്തപിച്ച് മടങ്ങുക. തൂബി, നീ തൗബ ചെയ്യുക. ഫർജിഇ, നീ മടങ്ങുക, നീ ചെയ്ത തെറ്റിൽ നിന്ന് മടങ്ങിപ്പോരൂ. വ അനിൽ ഹവാ, ദേഹേച്ഛകളിൽ നിന്ന്. ഹവ എന്ന് പറഞ്ഞാൽ ദേഹേച്ഛ, ശരീരം ഇച്ഛിക്കുന്ന കാര്യം. അതിൽ നിന്ന് തതറഫായി, നീ ഉയരൂ എന്ന് പറഞ്ഞാൽ ദേഹേച്ഛയുടെ പിന്നാലെ പോവാതെ അതിനൊക്കെ വിട്ട് നീ എന്ത് ചെയ്യ്? നീ മടങ്ങിപ്പോര്. എന്നിട്ട് നീ ചെയ്ത ദോഷത്തിനെ തൊട്ട് നീ തൗബ ചെയ്യ്, അതിൽ നിന്ന് നീ മടങ്ങി വരൂ. ലില്ലാഹി ഹംദൻ, അള്ളാഹുവിനാണ് സ്തുതി. ലില്ലാഹി ഹംദൻ, അൽഹംദുലില്ലാ. ലില്ലാഹി ഹംദൻ, അള്ളാഹുവിനാണ് സ്തുതി. ഫസ്കുരി, നീ നന്ദി ചെയ്യ്, ശുക്ർ ചെയ്യ്. വ അനിൽ മഹാലിക്ക്, നാശങ്ങളെ തൊട്ട് നാശങ്ങളിൽ നിന്ന് ഫർജിഇ, നീ മടങ്ങൂ എന്നുള്ള ഗാനത്തിൻ്റെ സുന്ദരമായ വരികൾ അവൻ സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്ന് കേൾക്കുന്നു. ആ സമയത്ത് അസ്സിതാർ, കർട്ടൻ താഴ്ന്നു. ഇതോടുകൂടി നാടകത്തിൻ്റെ 3ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്.
ഇനി നമുക്ക് ഈ പാഠത്തിൽ ചില വർക്കുകൾ ചെയ്യാനുണ്ട്, ചില ആക്ടിവിറ്റികളുണ്ട്. അത് ശ്രദ്ധിക്കൂ. നഖറഉൽ ജുമല വനുലാഹിദു തറാക്കീബല്ലത്തി തഹതഹ ഖത്തുൻ വനസ്തഅമിലുഹ ഫി ജുമലിൻ മിൻ ഇൻദിനാ. അതായത് നഖറഉൽ ജുമല സെൻറ്റൻസുകൾ വായിക്കുക, വാചകങ്ങൾ വായിക്കുക. വനുലാഹിദു തറാക്കീബല്ലത്തി തഹതഹ ഖത്തുൻ അടിവരയിട്ട പദങ്ങൾ ശ്രദ്ധിക്കുക. വനസ്തഅമിലുഹ ഫി ജുമലിൻ മിൻ ഇൻദിനാ എന്നിട്ടത് നിങ്ങൾ സ്വയം വാചകത്തിൽ ഉപയോഗിക്കുക, സ്വയം സെൻറ്റൻസിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ അടിവരയിട്ടുകൊണ്ട് 3 വാചകങ്ങൾ വാക്യത്തിൽ പ്രയോഗിച്ചിട്ട് കാണാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ നിങ്ങളുടെ സ്വയം വാചകത്തിൽ ഉപയോഗിക്കണം. നോക്കൂ, ഫുആദ്, ഇത് പാഠഭാഗത്തിൽ നാം പഠിച്ചതാണ്. ഫുആദ് പറയുകയാണ് ഉമ്മയോട്, മിൻ ഫളിക് യാ മാമ ഇൻദി തൊലബുൻ. മിൻ ഫളിക് എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ്, പറയൂ. നാം നാം, അതെ, മിൻ ഫളിക് എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്നാണ് അർത്ഥം, ദയവ് ചെയ്ത്. അപ്പം മിൻ ഫളിക്, ദയവ് ചെയ്ത്, യാ മാമ, ഉമ്മ, ഇൻദി തൊലബുൻ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്കൊരു ആവശ്യമുണ്ട്, അല്ലേ? ഇവൻ ഇൻ്റർനെറ്റ് വെച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ്, നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ്. മിൻ ഫളിക് യാ മാമ ഇൻദി തൊലബുൻ, ഉമ്മ പ്ലീസ്, എനിക്കൊരു ആവശ്യമുണ്ട്, ഒരു അപേക്ഷയുണ്ട്. അപ്പോൾ അവിടെ മിൻ ഫളിക്, ഇത് നമ്മൾ എന്ത് ചെയ്യണം, വാക്യത്തിൽ പ്രയോഗിക്കണം. 2, മുൻദു അയ്യാമിൻ ഫുആദുൻ യുദർദിസു മഅൽ അസ്തിഖായി. മുൻദു അയ്യാമിൻ എന്തായിരുന്നു അർത്ഥം? കുറച്ച് ദിവസം മുതൽക്ക്. മുൻദു പറഞ്ഞാൽ മുതൽ, അയ്യാമ് ദിവസങ്ങൾ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ മുതൽ. ഫുആദുൻ ഫുആദ്, യുദർദിസു മഅൽ അസ്തിഖായി അവൻ്റെ ഫ്രണ്ട്സുമായി ചാറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ മുൻദു അയ്യാമിൻ കുറച്ച് ദിവസം മുതൽ. ഇനി അഖ്ബറ സുർത്തിയു, പോലീസുകാരൻ പറഞ്ഞു, അൽ ഖാല അമ്മ അവനോട്, ബികുല്ലി മാ ജറ എന്ത്? സംഭവിച്ചതെല്ലാം, നടന്നതെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ 3 വാക്യങ്ങളും നമ്മൾ വാചകത്തിൽ പ്രയോഗിക്കണം, വാക്യത്തിൽ പ്രയോഗിക്കണം. ഈ 3 വാക്കുകളും മിൻ ഫളിക് പ്ലീസ്, മുൻദു അയ്യാമിൻ കുറച്ച് ദിവസമായിട്ട്, അതുപോലെ ബികുല്ലി മാ ജറ സംഭവിച്ചതെല്ലാം. ഇത് നിങ്ങളുടെ സ്വയം വാചകത്തിലാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് എഴുതാം മിൻ ഫളിക്, അല്ലേ, പ്ലീസ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, പ്ലീസ് എനിക്കൊരു കപ്പ് ചായ തരൂ, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, മിൻ ഫളിക്. അപ്പോൾ അങ്ങനെ ആരോടെങ്കിലും ചോദിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, ഒരു സെൻറ്റൻസ് ഉണ്ടാക്കിയത്. ഉദാഹരണം പറയുകയാണ്, മിൻ ഫളിക് ആഴ്ത്തുനി കൂബം മിനശായ്, അല്ലേ, മിൻ ഫളിക് പ്ലീസ് ആഴ്ത്തുനി കൂബം മിനശായ്, എനിക്കൊരു കപ്പ് ചായ തരൂ. ഇതൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇതുപോലെ നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ ഒരു കൂട്ടുകാരനോട് ഇപ്പോൾ എന്താണ് ഒരു പേന ചോദിക്കുകയാണ്, അപ്പോഴും നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം, മിൻ ഫളിക് ആഴ്ത്തുനി കലമക്, അല്ലേ, ആഴ്ത്തുനി കലമക്. ഇങ്ങനെ ഏറ്റവും ലളിതമായ, എളുപ്പം നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. 2, മുൻദു അയ്യാമിൻ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ നമ്മൾ ആരോടെങ്കിലും പറയാണ്, കുറച്ച് ദിവസമായിട്ട് നിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ലെങ്കിൽ അധ്യാപകൻ പറയുകയാണ് ഒരു കുട്ടിയോട്, കുറച്ച് ദിവസമായിട്ട് നിന്നെ ഞാൻ ക്ലാസ്സിൽ കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ എഴുതും? ഖാലൽ മുദർരിസു, അധ്യാപകൻ പറഞ്ഞു, എന്ത്? മുൻദു അയ്യാമിൻ മാ റഅയ്തുക ഫി സൊഫി. മനസ്സിലായോ? ഖാലൽ മുദർരിസു, അധ്യാപകൻ പറയാണ്, ലി ത്വാലിബ്, ഒരു വിദ്യാർത്ഥിയോട് പറയാണ്, എന്ത്? മുൻദു അയ്യാമിൻ മാ റഅയ്തുക ഫി സൊഫി, കുറച്ച് ദിവസമായിട്ട് നിന്നെ ഞാൻ ക്ലാസ്സിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ മുൻദു അയ്യാമിൻ അവിടെ വാചകത്തിൽ ഉപയോഗിച്ചു. അല്ലെങ്കിൽ ഒരു കുട്ടി പറയാണ്, ലം അഹ്ലുർ ഫി സൊഫി മുൻദു അയ്യാമിൻ, ഞാൻ ക്ലാസ്സിൽ വന്നില്ല. ലം അഹ്ലുർ ഫി സൊഫി, ഞാൻ ക്ലാസ്സിൽ വന്നില്ല. മുൻദു അയ്യാമിൻ കുറച്ച് ദിവസമായിട്ട്. എന്താണ്? ലി അന്നനി മരീലുൻ, കാരണം ഞാൻ രോഗിയായിരുന്നു. അപ്പോൾ അവിടെ സെൻറ്റൻസിൽ ഉപയോഗിച്ചു. ഇനി 3-ാമത്തത് ബികുല്ലി മാ ജറ എന്ന് പറഞ്ഞാൽ നടന്നതെല്ലാം എന്നാണ്, സംഭവിച്ചതെല്ലാം. അതും എന്തെങ്കിലും ഒരു സെൻറ്റൻസിൽ അർത്ഥമുള്ള വാചകത്തിൽ ഉപയോഗിക്കുക. അപ്പോൾ എന്തെങ്കിലും ക്ലാസ്സിൽ നടന്നതെല്ലാം കുട്ടി ഉമ്മയോട് പറഞ്ഞു എന്നൊക്കെ നമുക്ക് ലളിതമായിട്ട് എഴുതാൻ പറ്റും. ക്ലാസ്സിൽ നടന്നതെല്ലാം കുട്ടി ഉമ്മയോട് പറഞ്ഞു. എങ്ങനെ എഴുതും? ഖാലൽ വലതു ലിൽ ഉമ്മി, ഖാലൽ വലതു ലിൽ ഉമ്മി ബികുല്ലി മാ ജറ ഫിൽ ഫസ്ലി, അല്ലെങ്കിൽ ഫിസ് സൊഫി. മനസ്സിലായോ? കാല ത്വാലിബു അല്ലെങ്കിൽ കാലൽ വലതു ലിൽ ഉമ്മി ബികുല്ലി മാ ജറ ഫിസ് സൊഫി, ക്ലാസ്സിൽ നടന്നതെല്ലാം
കുട്ടി ഉമ്മയോട് പറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലും അർത്ഥമുള്ള വാചകങ്ങളിൽ ഇത് ഉപയോഗിക്കുക. ഇത് പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. നിങ്ങൾ വാചകത്തിൽ പ്രയോഗിച്ച് വാക്യത്തിൽ പ്രയോഗിച്ച് ഉണ്ടാക്കി എഴുതുക, അത് പഠിക്കുക. ശരി, നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാം. തൊറഹ ഫുആദുൻ അലാ നഫ്സിഹി അസ്സില. ഫുആദ് അവൻ്റെ നഫ്സിനോട്, അവൻ്റെ ശരീരത്തോട് അല്ലെങ്കിൽ അവൻ്റെ മനസ്സിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. തൊറഹ എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം ഉന്നയിച്ചു എന്നാണ്. ഉന്നയിച്ചു ഫുആദ് അലാ നഫ്സിഹി, അവൻ്റെ മനസ്സിനോട് തന്നെ അസ്സിലത്തൻ കുറേ ക്വസ്റ്റ്യൻസുകൾ, കുറേ ചോദ്യങ്ങൾ അവൻ ചോദിച്ചു. വനുഇദ്ദു മുദക്കിറത്തൻ അലാ ലൗഇഹ, ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം, ഒരു മുദക്കിറ തയ്യാറാക്കാം. അപ്പോൾ അവൻ ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഇൻ്റർനെറ്റ് അവൻ തെറ്റായ രൂപത്തിൽ ഉപയോഗിച്ചു. അതവൻ്റെ വീട്ടുകാരെല്ലാം അറിഞ്ഞു, അമ്മാവൻ അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. ആ സമയത്ത് അവന് കുറ്റബോധം തോന്നിയിട്ട് അവൻ തൻ്റെ മനസ്സിനോട് പല ചോദ്യങ്ങളും ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെന്താ വേണ്ടത്? നാം ഒരു വിവരണം, ഒരു കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. നോക്കൂ, എന്തൊക്കെയാണ് അവൻ ചോദിച്ച ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിനോട്. മാതാ വാത്തു ഉമ്മി ഐന്ദ സിറായിൽ ഹാസൂബി വൽ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും, അൽ ഹാസൂബ് നമ്മൾ പഠിച്ചാണ് കമ്പ്യൂട്ടർ. അപ്പോൾ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും വാങ്ങുമ്പോൾ ഉമ്മയോട് ഞാൻ എന്ത് കരാറാണ് ചെയ്തത്? അവൻ അവൻ്റെ ശരീരത്തോട് ചോദിക്കുകയാണ്. ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും വാങ്ങാൻ, അത് എടുത്തു തരാൻ വേണ്ടി ഞാൻ എൻ്റെ ഉമ്മയോട് എന്തൊക്കെ കരാറാണ് ചെയ്തിരുന്നത്? വസാനി, രണ്ടാമത്തെ ചോദ്യം, ഫീമ ഇസ്തഖദം തുൽ ഇൻ്റർനെറ്റ്, എന്നിട്ട് ഞാൻ ഇൻ്റർനെറ്റ് എന്തിനാണ് ഉപയോഗിച്ചത്? വസാലിസ്, മാതാ സഅഖൂലു വാലിദി, ഇനി ഞാൻ എൻ്റെ ഉപ്പയോട് എന്താണ് പറയുക? ഇത് ഉപ്പയ്ക്ക് അറിഞ്ഞാൽ പിതാവിനോട് ഞാൻ ഇനി എന്താണ് പറയുക? വകദാലിക തൊറഹ ഫുആദ് അലാ നഫ്സിഹി അസിലത്തൻ കസീറ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഫുആദ് അവൻ്റെ മനസ്സിനോട് ചോദിച്ചു. വനുഇദ്ദു മുദക്കിറത്തൻ അലാ ലൗഇഹ, അതിൻ്റെ വെളിച്ചത്തിൽ, ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു കുറിപ്പ് തയ്യാറാക്കണം. അതായത് അതിൽ എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ പാരഗ്രാഫിൽ ഉൾപ്പെടുത്തേണ്ടത്, ഞാൻ ഫുആദ് ഇങ്ങനെ പറയുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മളത് ഫുആദ് പറയുന്ന രൂപത്തിൽ അങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ ഞാൻ എന്നുള്ള രൂപം വരില്ല. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക? ഫുആദ് പഠന ആവശ്യത്തിന് വേണ്ടി, പഠിക്കാൻ വേണ്ടി, നമ്മൾ പാഠത്തിൽ പറഞ്ഞ ദിറാസത്തി വൽ ബഹസി എന്ന് പറഞ്ഞു അല്ലേ? പഠനം, അതുപോലെ സെർച്ചിങ്, ഗവേഷണം എന്നൊക്കെ ബഹസിനർത്ഥമുണ്ട്. ആ പഠിക്കാനും ഗവേഷണം നടത്താനും വേണ്ടി ഫുആദ് എന്ന് പറയുന്ന കുട്ടി അവൻ്റെ ഉമ്മയെ കൊണ്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ എടുപ്പിച്ചു. എന്നിട്ടവൻ പഠന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ നേരത്തെ നമ്മൾ പാഠത്തിൽ പഠിച്ച അല്ലേ ചാറ്റിങ്ങിനും കൂട്ടുകാരുമായിട്ട് ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്ത് അയക്കാനും, അതുപോലെ അവരോട് SMS അയക്കാനുമൊക്കെയാണ് അവനത് ഉപയോഗിച്ചത്. അങ്ങനെ ഇതിലൂടെ അവൻ തെറ്റായ രൂപത്തിലേക്ക് പോയി, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം മോശമായി. ഇത് അറിഞ്ഞപ്പോൾ അവൻ വളരെയധികം ദുഃഖിച്ചു. ഇത് അവൻ്റെ വീട്ടുകാരും അമ്മാവനുമൊക്കെ അറിഞ്ഞപ്പോൾ അവൻ വളരെയധികം ദുഃഖിച്ചു, സങ്കടപ്പെട്ടു. അങ്ങനെ അവൻ പറയുകയാണ്, ഞാനിനി എന്ത് ചെയ്യും? ഞാൻ എന്താണ് എൻ്റെ ഉമ്മയോട് കരാർ ചെയ്തിരുന്നത്? അതുപോലെ ഞാൻ എന്തിനാണ് ഈ ഇൻ്റർനെറ്റൊക്കെ പിന്നെ ഉപയോഗിച്ചത്? ഇനി ഞാൻ പിതാവിനോട് എന്താണ് പറയുക? എന്നിട്ടവൻ സ്വയം പറയുകയാണെന്ത്? ഇനി ഞാൻ അത് തെറ്റായ രൂപത്തിൽ ഉപയോഗിക്കുകയില്ല. ആ പുതിയ കൂട്ടുകാരുമായി ഞാൻ ഇനി ബന്ധപ്പെടുകയില്ല, അവരുമായി എനിക്കൊരു കോണ്ടാക്റ്റുമില്ല. അതിൻ്റെയൊക്കെ വാക്യം നമ്മൾ പാഠത്തിൽ പഠിച്ചാണ്. ഇത്തസല എത്തസിലു, ബന്ധപ്പെടുക. ഇനി ഞാൻ ഇൻ്റർനെറ്റ് എനിക്ക് ലഭിക്കുകയാണെങ്കിൽ അത് പഠന ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. ഇതെല്ലാമാണ് നാം ഈ മുദക്കിറയിൽ, ഈ കുറിപ്പിൽ എഴുതേണ്ടത്. അങ്ങനെയുള്ള ഈ ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊരു മുദക്കിറ, ഒരു വിവരണവും തയ്യാറാക്കുക. ഹയ്യ അൽയൗം നഖ്തതിമു അദ്ദർസ ഹുനാ വഅലൈക്കും അൻ തഖറഊ അദ്ദുറൂസ് വഅൻ തക്തുബു അത്തദ്രീബാത്ത് ഫി ദഫാതിരിക്കും. ഇന്ന് നാം ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
നിങ്ങൾ ഈ പറഞ്ഞ പാഠം നന്നായി വായിക്കുക. ഇതിൻ്റെ അഭ്യാസങ്ങൾ, ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുകയും ചെയ്യുക. എന്നിട്ടത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.